വിജിലൻസ് നടപടികളുടെയും ശുപാർശകളുടെയും ഫലമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് രാത്രികാലങ്ങളിൽ നിർത്തലാക്കി. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകളെ തുടർന്ന് മോട്ടോർ വാഹനം, മൈനിങ് ആൻഡ് ജിയോളജി, GST എന്നീ 3 വകുപ്പുകളിൽ നിന്ന് അധിക പിഴ, റോയൽറ്റി, പെനാൽറ്റി, നികുതി ഇങ്ങനെ സർക്കാരിന് 500 കോടി രൂപയുടെ അധിക വാർഷിക വരുമാനമുണ്ടായതായി കണക്കാക്കുകയാണ്. വിജിലൻസ് പ്രവർത്തനങ്ങളിൽ കാലികമായ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുണ്ട്. അഴിമതി കേസുകൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നതിനും അഴിമതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജൻറ്റുമാരെ പിടികൂടുന്നതിനും ഇതിലൂടെ കഴിഞ്ഞു. അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ MVD ചെക്ക് പോസ്റ്റ് നടത്തിയ മിന്നൽ പരിശോധനയിൽ അഴിമതിയുടെ ശൃംഖല തന്നെ തകർക്കാൻ കഴിഞ്ഞു. അത് RTOയുടെ അറസ്റ്റിലെത്തിച്ചേരുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇത്തരത്തിൽ പിടികൂടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് നടപടിയെടുക്കുകയാണ്. RPF, സെൻട്രൽ GST, കസ്റ്റംസ്, CISF തുടങ്ങിയ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം കണ്ടുകിട്ടുന്നു. മാത്രമല്ല, വിദേശ ഫണ്ട് വകമാറ്റം, നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം പല സാമ്പത്തിക ഇടപാടുകളുടെ മാറ്റുന്നത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അഴിമതിക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര നിയമനിർവഹണ ഏജൻസികളുമായി ആവശ്യമായ ഏകോപനം നടത്തുന്നു. വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണ രീതികളെക്കുറിച്ച് പരിശീലനം നൽകിയിട്ടുണ്ട്. സങ്കീർണമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, ബാങ്ക് തട്ടിപ്പുകൾ, പൊതുപണം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ചോർത്തൽ തുടങ്ങിയവയിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവ് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. പഴയ കേസുകൾ തീർപ്പാക്കുക, അന്വേഷണം വേഗത്തിലാക്കുക, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക, വിചാരണ നടപടികൾ കാര്യക്ഷമമാക്കുക എന്നിവ പ്രധാനമായാണ് കാണുന്നത്. ഇതിന് കോടതികളുമായും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുമായും അവലോകന യോഗങ്ങളിലൂടെ ശ്രമങ്ങൾ നടത്തുകയാണ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ കൈക്കൂലിക്കാരായ 700ഓളം ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അഴിമതിക്കാരായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും വിജിലൻസ് നിരീക്ഷണത്തിലുണ്ട്. അഴിമതി സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകും. നിരന്തരം അഴിമതിയും സ്വജനപക്ഷപാതവും ക്രമക്കേടുകളും നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ട്. പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ വിജിലൻസ് പിടിയിലായിട്ടുമുണ്ട്. അഴിമതി നടന്നതിന് ശേഷം അന്വേഷിക്കുക എന്നതിലല്ല കാര്യം. അതിനവസരം നൽകാതെ ആരംഭത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നതിലാണ്. ആ ലക്ഷ്യത്തോടെ വിവിധ വിഭാഗങ്ങളിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തിൻ്റെ
കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. അഴിമതി നിരോധന നിയമങ്ങളെ പറ്റിയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ആഭ്യന്തര വിജിലൻസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ വിജിലൻസ് കോടതികളിൽ കേസുകൾ അനന്തമായി നീളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരം കേസുകളുടെ വിചാരണ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുന്നതിനും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിനും കർശന നിർദ്ദേശം വിജിലൻസിൻ്റെ നിയമവിഭാഗത്തിനും പ്രത്യേകിച്ച് പ്രോസിക്യൂട്ടർമാർക്കും നൽകി. 2024 ജനുവരി മുതൽ 2025 മാർച്ച് 31 വരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ 30 കേസുകൾ തീർപ്പാക്കിയിരുന്നു. ഇതിൽ കുറ്റകൃത്യം തെളിഞ്ഞ 28 പേർക്ക് ഉചിതമായ ശിക്ഷയും ലഭ്യമാക്കി. കോട്ടയം വിജിലൻസ് കോടതിയിൽ 12 കേസുകൾ തീർപ്പാക്കിയതിൽ 7 പേർക്കെതിരെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ തീർപ്പായ 21 കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 4 പേർക്കെതിരെയും തൃശ്ശൂർ വിജിലൻസ് കോടതി തീർപ്പാക്കിയ 6 കേസുകളിൽ 53 പേരെയും കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ തീർപ്പായ 13 കേസുകളിൽ 7 പേർക്കെതിരെയും തലശ്ശേരി വിജിലൻസ് കോടതി തീർപ്പാക്കിയ 19 കേസുകളിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 8 പേർക്കെതിരെയും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതും വിജിലൻസിൻ്റെ ചരിത്രത്തിലെ സർവകാല റെക്കോർഡാണ്. ഗവേണൻസ്, ടെൻഡറിങ്, സോഷ്യൽ ഓഡിറ്റ്, നിയമാവബോധം, കർശന വിജിലൻസ് സംവിധാനം എന്നിവയുടെ ഫലപ്രദമായ വിനിയോഗങ്ങളിലൂടെ അഴിമതി നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. അഴിമതി എന്ന വിപത്ത് തുടച്ചു നീക്കാനുള്ള യജ്ഞം, ആ യജ്ഞത്തിൽ മുഴുവൻ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് വേണ്ടത്. അതിനായി അഭ്യർത്ഥിക്കുന്നു.